എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഒരു 3 പതിറ്റാണ്ടിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനാർഹമായ ഭരണം കാഴ്ചവെച്ച ചരിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സവിശേഷകരമായും കേരളത്തിൽ പൊതുവിലും പറയാനുള്ളത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ആ സവിശേഷകരമായ ചരിത്രത്തിൽ ശ്രദ്ധേയ പ്രതിപക്ഷ സ്ഥാനത്തിന് നേതൃപദവി ഉണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ ആ കോൺഗ്രസ് സംവിധാനം തകർന്ന് തരിപ്പണമാവുകയും എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ആ കോൺഗ്രസ് സംവിധാനത്തിന്റെ അലകും പിടിയും അടിത്തറയും മേൽക്കൂരയുമായി പരിരക്ഷിച്ചിരുന്ന വലിയൊരു വിഭാഗം വരുന്ന വോട്ടർമാർ ഒന്നടങ്കം അങ്ങ് തൊട്ടു മുമ്പ് സൂചിപ്പിച്ച നേമം നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് ആദ്യ വിജയം ലഭിച്ചതുപോലെ തന്നെ എന്താണ് അതിന്റെ ഉദ്ദേശം? പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുവേറ്റ് വരുന്നോടാ റാസ്കൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് വാർഡുകളിലെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ സംഘപരിവാർ വൽക്കരിക്കപ്പെടുകയോ വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രണയിതാക്കളായി മാറുകയോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രണ്ടക്കം തികയ്ക്കാൻ പാടുപെടുന്ന കോൺഗ്രസ് അനുഭവങ്ങളുടെ പ്രതീകമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷനിൽ കോൺഗ്രസ് നിൽക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടോ? അതിന് യുവതി യുവാക്കൾ, ട്രാൻസ്ജെൻഡറുകൾ, പ്രായമായവർ, മുതിർന്നവർ, അനുഭവ സമ്പത്തുള്ളവർ ആരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഒരു പൊതുവിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി തിരുവനന്തപുരവും കേരളവും തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും സ്വാഗതം ചെയ്യും എന്നതുപോലെ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ വെടിവെച്ചിടത്ത് തന്നെ ലക്ഷ്യം കൊള്ളണം. RSSലേക്ക് കൂറുമാറിപ്പോയ തങ്ങളുടെ വോട്ട് തിരികെ പിടിക്കാൻ RSSന് പണയം വെച്ച തിരുവനന്തപുരം കോർപ്പറേഷനെങ്കിലും 1 or 10 സീറ്റ് തിരികെ പിടിക്കാൻ കോൺഗ്രസിന് കഴിയണം. രണ്ടാളുകളും പറയാൻ ശ്രമിച്ചത് അത്രയും തിരുവനന്തപുരം കോർപ്പറേഷനും ആ കോർപ്പറേഷന്റെ മേയർ പദവി അലങ്കരിക്കുന്ന ബഹുമാനിയായ ആര്യയും ഇവരൊക്കെ അഴിമതി നടത്തി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം 23, 2024, അതായത് നമ്മളിവിടെ ചർച്ചയ്ക്കായി ഒത്തുചേരുന്നതിന് കൃത്യം 1 വർഷം മുമ്പ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അർബൻ മിനിസ്ട്രി 2 അവാർഡുകളാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്തത്. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. രാജ്യതലസ്ഥാനത്ത് വിളിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറിയെയും മേയറെയും വിളിച്ചാദരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആങ്കർക്ക് അറിയണ്ടേ? ചർച്ച കാണുന്ന മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ? നിന്റെയൊക്കെ കോപ്രായത്തിന് തൂങ്ങാൻ വേറെ ആളോ? 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷന്റെ ഗുഡ് ഗവേണൻസ് അവാർഡ് കരസ്ഥമാക്കിയത് ബി.ജെ.പിയാൽ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുത്ത് ആദരിച്ചത് ഇതേ തിരുവനന്തപുരം നഗരസഭയെയും അതിന്റെ മേയറെയുമാണ്. അതുമാത്രമല്ല, ഏറ്റവും മികച്ച കുടിവെള്ള വിതരണത്തിലും ഏറ്റവും മികച്ച ശുചിമുറി മാലിന്യ ശേഖരണത്തിലും വൃത്തിയിലും 2024 പ്രഥമ പരിഗണനയോടുകൂടെ അവാർഡ് നൽകി ഹഡ്കോയും യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രിയും ആദരിച്ചത്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട? നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനെയാണ് അഴിമതിക്കാരി എന്ന പച്ചക്കള്ളം യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ ഇതേ മേയറെയും കോർപ്പറേഷനെയും 2 തവണ 2024 മാത്രം യൂണിയൻ ഗവൺമെന്റ് ആദരിച്ചു. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇനി തള്ളല്ലേ താങ്ങും. അഖിലേന്ത്യാ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ ഷാങ്ഹായ് കോർപ്പറേഷനും ഹ്യൂമൻ ഹാബിറ്റാറ്റ് മുതൽ ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെന്റും കേരളത്തിലെ ആർദ്ര മിഷനും ലൈഫ് മിഷനും വരെ നൽകി ആദരിച്ച പുകൾപ്പറ്റ ഒരു ഭരണ സംവിധാനത്തിന്റെ ഇടതുപക്ഷ പ്രതീകമായ തിരുവനന്തപുരം കോർപ്പറേഷനെയാണോ നിങ്ങൾ ഈ തൊടുന്യായങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? പിന്നെ ഈ കോർപ്പറേഷനിൽ ജീവിക്കുന്ന ആളുകളല്ലേ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എന്തോ മാറ്റം വരുത്തി എന്നാ പറയുന്നത്. ഇവിടെ ആരാ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞില്ലേ, ശിവൻകുട്ടി നിങ്ങളുടെ നേതാവ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മേയർ ആയിരുന്നപ്പോഴാണ് ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിവ് നിർത്തിക്കൊണ്ട് വിളപ്പിശാലയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചു. അവിടെ സംസ്കരണമേ ഇല്ല. അവിടെ ഒരു നഗരത്തിന്റെ മുഴുവൻ വേസ്റ്റും ഒരു ഗ്രാമത്തിന്റെ മുകളിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അവിടെ ജനങ്ങൾ സമരം ചെയ്താണ് പൂട്ടിച്ചത്. ഇപ്പോഴും അവിടെ ആ വിളപ്പിശാല അങ്ങനെ തന്നെ കിടക്കുകയാണ്. അവിടെ ആരും ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല. അവിടേക്ക് കടക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാലിന്യ കേന്ദ്രമായി അവിടെ കിടക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഇപ്പോൾ ഇതിനെ കൊണ്ട് എവിടെയാണ് നിക്ഷേപിക്കുന്നത് പോലും അറിയില്ല. രാഘവൻ പറഞ്ഞത് വാസ്തവം. അപ്പൊ ഇത്രയധികം മാലിന്യവും ജനങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അനുഭവവേദ്യരാണ്. എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതൊക്കെ നമുക്ക് ചാനൽ ചർച്ചയുടെ റൂമുകളിൽ ഇരുന്നൊക്കെ അങ്ങ് പറയാം. അതിന് തന്നാരും വിളിച്ചില്ല. ഞങ്ങളവിടെ മാറ്റി എന്നൊക്കെ ഈ ജനങ്ങൾ അനുഭവിക്കുകയല്ലേ. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ലായ്മയും. നമ്മൾ എത്രയോ കാലം കൊണ്ട് മെട്രോയെ കുറിച്ച് പറയുന്നു, മോണോറെയിലിനെ കുറിച്ച് പറയുന്നു. എന്താ UDFന്റെ കാലഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കിയതാണ്. എവിടെ പോയി മെട്രോ? എവിടെ പോയി മോണോറെയിൽ?
ഇതൊന്നും നടപ്പാക്കുന്നില്ലല്ലോ. ഇവിടെ ഈ നഗരത്തെ ഇന്നും 40 വർഷത്തെ പിറകിലേക്ക് നയിച്ച ഒരു കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? വണ്ടി എടുക്കണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഓ ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.